ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പില്ലാത്തൊരു പാവയ്ക്ക തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ക്യാബേജൊക്കെ കൊത്തി അരിയില്ലേ, ആ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എത്ര ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇഞ്ചി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട, ചേർത്താൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ തിരുമിയെടുക്കാം. ഇതിന് കൂടെ തന്നെ തേങ്ങയും കൂടി ചേർക്കണം. അപ്പോൾ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ കുറച്ച് കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും. വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഞെരടിയെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ പാവയ്ക്കയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വിട്ടുവരും. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. ഇനി ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സവാള എടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. കുറച്ച് കരിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി 2 വറ്റൽ മുളകും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും മൂക്കണ്ട, കുറച്ച് സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ് വേണ്ടത്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഒരു തക്കാളി മതി കേട്ടോ. ഇനി തക്കാളി ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, മാക്സിമം ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. തക്കാളി ഒരുപാടങ്ങ് വെന്ത് കുഴയാൻ പാടില്ല. ഈ തക്കാളി നമ്മൾ ചേർക്കാൻ കാരണം പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് മാറിക്കിട്ടും, മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച കാരണം തന്നെ പാവയ്ക്കയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മതി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്, വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക എല്ലാം കൂടി നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. സൈഡിൽ നിന്നൊക്കെ മാറ്റി നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേവ് പോരാൻ തോന്നിയാൽ വീണ്ടും ഒരു 3-4 മിനിറ്റ് നേരത്തേക്കൊന്ന് കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്